പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക. അമേരിക്കയുടെ അതുപോലെ ഇസ്രയേലിന്റെയും ഡ്രോണുകളാണ് ഇപ്പോൾ ഇറാന്റെ കയ്യിലുള്ളത്. ഇപ്പോൾ ഇറാൻ ഈ ആയുധങ്ങൾ, അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അത്യാധുനിക ഡ്രോണുകളെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, MQ-9 റീപ്പറാണ്. വലിയ കേടുപാടുകളൊന്നും ഇല്ലാതെ അതിനെ താഴെ ഇറക്കാനും അതിനെക്കുറിച്ചുള്ള റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്താനും ഇറാൻ ഇപ്പോൾ ശ്രമം നടത്തുന്നു. ഇതിന്റെ എല്ലാം പുതിയ ടെക്നോളജികൾ, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഫീച്ചറുകൾ, ഇതെല്ലാം ഇപ്പോൾ ഇറാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഏറ്റവും കൂടുതൽ റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തി കാര്യങ്ങൾ കണ്ടെത്തുന്ന ഒരു രാഷ്ട്രമാണ് അമേരിക്കയുടെ. എത്ര തരം ആയുധങ്ങൾ ഇതുപോലെ ഇറാൻ കോപ്പി അടിച്ചിട്ടുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ യുദ്ധങ്ങളിലും വലിയ നേട്ടങ്ങളാണ് അവർ ഉണ്ടാക്കുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന ധാരാളം, ഈ കാണുന്നത് ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണ ഡ്രോണാണ്. അതുപോലെ അമേരിക്കയുടെ ഡ്രോണുകൾ, ഇതിനെല്ലാം അവർ വ്യക്തമായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എത്ര ഡ്രോണുകളുടെ പാർട്ടുകളാണ് ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ പ്രദർശിച്ചിട്ടുള്ളത്. ഇതിന്റെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ഔദ്യോഗികമായി തന്നെ IRGC പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും അമേരിക്കക്ക് ഈ യുദ്ധം എല്ലാ നിലയിലും വലിയ തലവേദനയാവുകയാണ്. അവരുടെ ടെക്നോളജികൾ അത് ചോർന്നു പോകുന്നു, അവരുടെ ആയുധങ്ങൾ തീർന്നു പോകുന്നു, യുദ്ധങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു. ഹോർമുസ് കടലിടുക്ക് അടച്ചത് മുഖേന ഊർജ പ്രതിസന്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നേട്ടവുമില്ലാത്ത വെറും പരാജയം മാത്രം സമ്മാനിച്ച ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ നഷ്ടമുണ്ടായ ഒരു യുദ്ധമായിരുന്നു ഈ ഇറാനുമായിട്ടുള്ള യുദ്ധമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.